ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുക? ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇലക്ട്രോൺ വിന്യാസം നോക്കുക. ആ ഇലക്ട്രോൺ വിന്യാസം നോക്കിയിട്ട് എവിടെയെങ്കിലും ഡി കാണുന്നുണ്ടെങ്കിൽ ഡി ബ്ലോക്ക്. ഇലക്ട്രോൺ വിന്യാസത്തിൽ എവിടെയെങ്കിലും ഡി കാണുന്നുണ്ടെങ്കിൽ ഡി ബ്ലോക്ക്. ഡി കാണുന്നില്ലെങ്കിൽ ഏറ്റവും അവസാനമുള്ള ഇംഗ്ലീഷ് അക്ഷരം ഏതാണോ അതായിരിക്കും ബ്ലോക്ക്. നിങ്ങൾക്ക് ഇതിപ്പോ പഠിക്കാനുള്ളത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡി എവിടെയെങ്കിലും കാണുന്നുണ്ടോ. ഡി ഉണ്ടെങ്കിൽ ഡി ബ്ലോക്ക്, ഡി ഇല്ലെങ്കിലോ ഏറ്റവും അവസാനത്തെ ഇംഗ്ലീഷ് അക്ഷരം. നോക്കാം നമുക്ക്. ഇവിടെ എവിടെയെങ്കിലും ഡി കാണുന്നുണ്ടോ? സോഡിയത്തിന്റെ കാര്യത്തിൽ ഇല്ല. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും അവസാനത്തെ ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? യെസ്. അപ്പോൾ ഇതിന്റെ ബ്ലോക്ക് യെസ് ബ്ലോക്ക്. സോഡിയം യെസ് ബ്ലോക്ക്. ഇനി വനേഡിയം. വനേഡിയത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഡി കാണുന്നുണ്ടോ? ഉണ്ട്. അപ്പോൾ വനേഡിയത്തിന്റെ ബ്ലോക്ക് ഡി ബ്ലോക്ക്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഓക്സിജൻ. ഓക്സിജനിൽ എവിടെയെങ്കിലും നിങ്ങൾ ഡി കാണുന്നുണ്ടോ? ഇല്ല. ഡി കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ഏറ്റവും അവസാനത്തെ ഇംഗ്ലീഷ് അക്ഷരം ഏതാണോ, ഏറ്റവും അവസാനത്തെ സബ്ഷൻ ഏതാണോ അതാണ് ബ്ലോക്ക്. ഇതേതാണ് ബ്ലോക്ക്? പി ബ്ലോക്ക്. ഫസ്റ്റ് ഡി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഡി ഇല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഇംഗ്ലീഷ് അക്ഷരം അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ സബ്ഷൻ ഏതാണോ അതാണ് ബ്ലോക്ക്. ഒരു ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പീരീഡ് കണക്കാക്കുന്നത്? നോക്കിക്കോ മക്കളെ. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതാണ് നമ്മുടെ പീരീഡ് നമ്പർ. മക്കളെ, ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ ഇടതുഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറാണ് ഷെൽ നമ്പർ. ഒന്നാമത്തെ നോക്കിയേ. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഇംഗ്ലീഷ് ലെറ്ററിന്റെ അക്ഷരങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പറുകളിൽ ഏറ്റവും വലുതേതാ? 3. അപ്പോൾ സോഡിയത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് 3. ഇനി അത് വനേഡിയത്തിന്റെ കേസിലാണെങ്കിൽ എന്തായിരിക്കും? അത് 4 ആണ്. ഏറ്റവും വലിയ നമ്പർ 4 ആണ്. അപ്പോൾ വനേഡിയത്തിന്റെ പീരീഡ് 4. ഇനി ഹീലിയത്തിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലോ ഹീലിയത്തിന്റെ പീരീഡ് എത്രയാണ്? അത് 1 ആണ്. ഏറ്റവും വലിയ ഷെൽ നമ്പർ ഏതാണോ അതാണ് പീരീഡ് നമ്പർ. എങ്ങനെയാണ് ഷെൽ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സബ്ഷെല്ലിന്റെ ഇടതുവശത്തുള്ള ഇംഗ്ലീഷ് ലെറ്ററിന്റെ ഇടതുവശത്തുള്ള ഏറ്റവും വലിയ നമ്പർ.